ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾസ് എന്താണെന്നുള്ളത്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹൈ വാല്യൂ പേഴ്സൺ എന്ന് നമ്മൾ കരുതുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട എസെൻഷ്യൽ ഒരു ക്വാളിറ്റീനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതായിരുന്നു വകതിരിവ്. അതായത് നിങ്ങൾക്കൊരു ഒരു ശരി തെറ്റ് ഏതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റിയും നോ പറയേണ്ടടുത്ത് നോ പറയാനും ഉള്ള ഒരു കഴിവ്, ആ ഡിസേൺമെൻറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾസ് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ ഹൈ വാല്യൂ പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു നല്ല എന്താ പറയേണ്ടത്, നമുക്കൊരു സ്റ്റാൻഡേർഡുള്ള പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറയാൻ നമ്മളെപ്പറ്റി നന്നായിട്ടൊരു അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു നോൺ നെഗോഷ്യബിൾ ഞാൻ പറയുകയാണ്. എൻ്റെ നോൺ നെഗോഷ്യബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്ഥലം, അതായത് ഞാൻ താമസിക്കുന്ന ഗൃഹം അല്ലെങ്കിൽ ഹൗസ് എന്ന് പറയുന്നത് വൃത്തിയുള്ളതായിരിക്കണം. അത് ചിലപ്പോൾ അത് നമുക്ക് വളരെ അപ്പോൾ നിങ്ങളെല്ലാവരും പറയും, ഓ അങ്ങനെയല്ലേ, ഞങ്ങളെന്തോ പിന്നെ വൃത്തിയില്ലാത്തടത്ത് നിൽക്കുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വൃത്തിയുടെ തന്നെ പല സ്കെയിലുണ്ട്. ചില ആൾക്കാർക്ക് വൃത്തി എന്ന് പറയുന്നത് ഒരു നോൺ നെഗോഷ്യബിളാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അത്ര സ്പിക്ക് ആൻഡ് സ്പാൻ അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെർവസ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ പ്രായം ചെല്ലുന്തോറും നമ്മളുടെ ആ ഒരു അങ്ങനെയുള്ള വാല്യൂസ്, നമ്മളുടെ നോൺ നെഗോഷ്യബിൾസ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതിങ്ങനെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി പുതിയൊരു വീട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ടെമ്പററി ആയിട്ടൊരു വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട് ആക്ച്വലി കുറേ ഇന്ത്യൻ ബാച്ചിലേഴ്സാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, മുന്നേ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ്. അപ്പോൾ അവർ ആ വീടിൻ്റെ കണ്ടീഷൻ ആക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ സത്യം പറയില്ല, എനിക്ക് താഴെ ഒന്ന് കിച്ചണിൽ പോയി ഒരു ചായ ഇട്ട് കുടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പോലും എനിക്കില്ല. ഞാൻ ഈ മാഗി നൂഡിൽസിലാണ് സർവൈവ് ചെയ്യുന്നത് ആക്ച്വലി. ഞാൻ ആലോചിച്ചു, നമ്മൾ ഇന്ത്യൻസ് പുറത്ത് ഉള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അൺഹൈജീനിക് ആയിട്ടിരിക്കുന്നത് വെച്ചാൽ അതൊരു നോൺ നെഗോഷ്യബിൾ അല്ല അവരെ സംബന്ധിച്ച്. അവർക്ക് കയറി കിടക്കാൻ ഒരിടം വേണം, കയ്യിലൊരു മൊബൈൽ ഫോൺ വേണം, ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു വഴി വേണം, അവർക്കത് മതി. പക്ഷേ സാഡ്ലി ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു നോൺ നെഗോഷ്യബിളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾ എന്താണ്?